ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അപ്പൂസിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. റെഡ് അലേർട്ടായിട്ട് കോഴിക്കോടും കണ്ണൂരും കാസർഗോഡൊക്കെ ലീവ് ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം കേട്ടോ, അപ്പൂസ് സ്കൂളിൽ പോകാത്ത ദിവസം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പൂസ് എഴുന്നേറ്റിട്ടൊക്കെ കുറേ നേരമായിട്ടോ. ഇത് മറ്റേ എല്ലാ യൂട്യൂബർമാരും ചെയ്യുന്ന പോലെ ഒന്ന് അഭിനയിച്ചതാണ്, ഉറങ്ങിക്കിടക്കുന്ന പോലെ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞാൻ കുറേ വിളിക്കണം ഒന്ന് എഴുന്നേറ്റ് വരാനേ. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ നേരത്തെ എഴുന്നേക്കും. ഇന്നും അതുപോലെ നേരത്തെ എഴുന്നേറ്റൊരു ദിവസമായിരുന്നേ. നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാനും ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്നപ്പോൾ അവളും പിന്നെയും കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടന്നേ. ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാമെന്നുള്ള തീരുമാനമായത്. അങ്ങനെ എന്തായാലും അഭിനയമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ടേ. ഈ കർട്ടൻ മാറ്റി മുറ്റത്തേക്ക് നോക്കുന്നൊക്കെ ഒരു ആസ്തെറ്റിക് ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒന്നും അല്ല കേട്ടോ. സാധാരണ കാലാവസ്ഥ നിരീക്ഷണക്കാരൊന്നും നല്ല മഴയാണ്, റെഡ് അലേർട്ടാണെന്ന് പറഞ്ഞ് ലീവ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നല്ല വെയിലാവാറാണല്ലോ പതിവ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല മഴ തന്നെയായിരുന്നേ. പിന്നെ അപ്പൂസ് പോയി പല്ല് കേൾക്കുന്നുണ്ട്. പല്ല് കേൾക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വ്ലോഗ് ചെയ്യുന്നുണ്ട് ആള്. പറയുന്നത് കുറച്ച് ഞാൻ കേൾപ്പിച്ചേരെ. അധികം കസേരയിൽ കയറുന്നുണ്ടായിരുന്നു വല്ലേക്ക് അല്ലേ? വാഷ് ബേസിനിലേക്ക് എത്തണമെങ്കിൽ ആദ്യമൊക്കെ കസേരയിട്ട് കയറി നിൽക്കണമായിരുന്നു. ഇപ്പം ഞാൻ വലിയ കുട്ടി, അതുകൊണ്ട് എനിക്കിങ്ങനെ നേരെ നിന്നാൽ തന്നെ മതി എന്നൊക്കെയാണ് ഈ പറയുന്നത്. ചിക്കൻ പൊരിക്കതും സോയാബിയും പുട്ടും കടലക്കറിയും പിന്നെ ഒരു കട്ടൻ ചായ. ഇത്രയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ 10 ദിവസം തിന്നാണ്ടാവും. സോറി, കൈ പൊള്ളിക്കാവ. ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ച് വീഡിയോ ഇട്ടുകൊണ്ടാണ് മറ്റേ കൈ കൊണ്ട് അവൾക്ക് ആ കറി വിളമ്പി കൊടുത്തത്. അവളെ കൈ അവിടെ ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ പൊള്ളിപ്പോയതാണ്. കറിയാണെങ്കിൽ നല്ല ചൂടും ഉണ്ടായിരുന്നു. ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കളിക്കാനിരുന്നു കേട്ടോ. വെറുതെ ഒന്നും ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാണ്, എന്താ പറയുക, നമ്മളെ സ്റ്റാപ്ലെയറിൻ്റെ പിന്നില്ല, സ്റ്റാപ്ലെയറിൻ്റെ പിന്നും കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കളിക്കുകയാണ്. സ്റ്റാപ്ലെയറിലും കൊണ്ടുള്ള കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഒരു കണ്ണടയൊക്കെ എടുത്തിട്ടിട്ട് വന്നിട്ട് അത് അലമാരേൻ്റെ ബാക്കി ഡെക്കറേഷൻ ചെയ്യുകയാണ്. ഇന്നലെ അപ്പൂസ് ഇരുന്ന് വരച്ചതാണ് കേട്ടോ. ഇത് ഫുള്ള് എൻ്റെ ടൈലറിങ് ചോക്കും കൊണ്ടാണ് ഇത് ഫുള്ള് വരച്ച് വെച്ചിരിക്കുന്നത്. മിറർ ഡോറിൻ്റെ അവിടെ ഒന്നും വരച്ചിട്ടില്ല, അവിടെ സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ അലമാരേൻ്റെ മുകളിൽ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൂസിന്. ഇതിപ്പോൾ സ്വന്തം വീടെങ്ങാനും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ചുമര് നിറയെ വരച്ച് വെച്ചിട്ടുണ്ടാവും. വാടക വീട് ആയതുകൊണ്ട് ചുമരിൽ അങ്ങനെ കളിക്കുന്നില്ല. ചിത്രം വരെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുഖത്ത് കണ്ടോ, ഇതറിയാതെ വന്ന് വീണമൊന്നുമല്ല കേട്ടോ, അവൾ തന്നെ അറിഞ്ഞും കൊണ്ട് മുഖത്ത് വരച്ച് വെച്ചതാണ് ആ ചോക്കും കൊണ്ട്. അപ്പോഴേക്കും നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നേ. അപ്പോൾ ചേച്ചി വന്നു കേട്ടോ. ചേച്ചി കൊടുങ്ങല്ലൂർ പോയിരുന്നു. അപ്പോൾ അപ്പൂന് എന്തോ ഒരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണേ. അപ്പൂസിന് ഒരു ഡിക്റ്റേഷനും റീഡിങ് ടെസ്റ്റൊക്കെ ഉണ്ട് അടുത്ത ദിവസം. അതിനുള്ള പഠിച്ചും കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചേച്ചി വന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എന്തൊക്കെയോ പണിയുണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നിട്ട് ഇപ്പോൾ ചേച്ചി പഠിപ്പിക്കുകയാണ് അപ്പൂസിനെ കുറച്ച്. ഡിക്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫുള്ളും മാർക്കും വാങ്ങിയിട്ടില്ലെങ്കിൽ അവൾക്ക് എന്തോ ഒരു പോലെയാണ്. അതുകൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചോളും. ഒരു മഴ പെയ്ത് തോർന്നു കേട്ടോ. അപ്പോൾ തോർന്നത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞെന്നാൽ ഞാൻ വേഗം പോട്ടെ, അല്ലെങ്കിൽ ഇനിയും മഴ പെയ്താൽ കുടുങ്ങി പോകുന്നു പറഞ്ഞിട്ട് ചേച്ചി വേഗം പോയേ. ഇപ്പം പഠിച്ചതെല്ലാം പിന്നെ ഞാൻ വന്നിരുന്നിട്ട് വേഗം ഡിക്റ്റേഷൻ ഇട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞാലൊരു സമാധാനം. പിന്നെ ഡയറി എഴുതാനുണ്ടായിരുന്നു, ഡയറി എഴുതി. എല്ലാം നാളത്തേക്കുള്ളതെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ പോവാൻ നിൽക്കുമ്പോഴായിരിക്കും ഈ എഴുത്തൊക്കെ കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ അങ്ങനെയായിരുന്നു, രാവിലെ ഇരുന്നിട്ടായിരുന്നു ഡയറിയൊക്കെ എഴുതിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറ് കൊടുത്തേ. ചോറ് വേണ്ടാന്നും പറഞ്ഞിട്ടിരിക്കുകയാണത്. ചോറ് തിന്നാനൊക്കെ ഇച്ചിരി മടിയാണ്. നെത്തള് കറിയും സോയാബി പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന്. ഒക്കെ പിന്നെ എന്തെങ്കിലും പൊരിച്ചതുണ്ടെങ്കിൽ ചോറിന് അത് മാത്രം കൂട്ടിയിട്ടേ തിന്നുമില്ല. എന്നിട്ട് കറിയൊന്നും എടുത്തിട്ടില്ല, സോയാബി പൊരിച്ചത് മാത്രം കൂട്ടിയിട്ടാണ് ചോറുന്നതേ. പിന്നെ കളിക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് വേദേൻ്റെ അടുത്തേക്ക് കുടയൊക്കെ എടുത്ത് വലിയ കാര്യത്തിൽ പോയതായിരുന്നേ, പക്ഷെ അപ്പം തന്നെ തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് പിന്നെ വെറുതെ ഇങ്ങനെ എൻ്റെ അടുത്ത് കിടന്നപ്പോൾ അവൾ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. ഏട്ടൻ വരുമ്പോൾ അപ്പൂസ് ഉറങ്ങുകയായിരുന്നേ. എന്നിട്ട് ഏട്ടൻ ചോറുന്നാൻ വന്നപ്പോൾ മെല്ലെ ഏട്ടൻ കാണാതെ വേക്കിൽ വന്നിരുന്നതാണ്. ഏട്ടൻ സംഭവം കണ്ടിട്ടൊക്കെ ഉണ്ട്, എന്നാലും അവളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അറിയാത്ത പോലെ ഇരിക്കും.
ഏട്ടൻ വന്നപ്പോൾ പക്കവടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ, പാലും ചോക്കോസൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നേ. അവൾക്ക് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല, എണ്ണക്കടികളൊന്നേ. ഈ ചോക്കോസും പാലും ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൾ തന്നെ സ്വന്തം ചോക്കോസൊക്കെ ഉണ്ടാക്കി തിന്നതാണ്. രാത്രി ആയപ്പോഴാണെങ്കിൽ എനിക്ക് വയറുവേദനയായിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നതാണ്. അപ്പം ആ സമയത്ത് അപ്പയും മോളും കൂടി കുടയൊക്കെ എടുത്ത് പുറത്ത് പോയി വന്നതാണ്. എന്തോ മീനെന്തോ പിടിക്കാൻ വേണ്ടി പോയതാന്ന് തോന്നുന്നുണ്ടാണോ. ബൂസ്റ്റും ഹോർലിക്സ് ഒന്നും പാലിലിട്ട് കുടിക്കാൻ അപ്പൂസിന് ഇഷ്ടേ അല്ല കേട്ടോ. ഇത് ഇങ്ങനെ വെറുതെ തിന്നാനാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത പരിപാടി അപ്പേൻ്റെ മേത്തുള്ള ചിത്രം വരെയാണ് കേട്ടോ. ആ ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് സെറ്റ് ചെയ്യാണ്. രോമങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നിപ്പിളിൽ ജനിച്ച ടെഡ്ഡി ബെയർ കണ്ടോ ഗൈസ്, എങ്ങനെയുണ്ട്? രസമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ ഇതെന്താ 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 പ്രേതത്തിനെ പോലെ ഉണ്ടോ ഗൈസ്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പണ്ട് ഈ മറ്റേ ലോകം ഇറങ്ങിയ സമയത്ത് ഈ ചന്ദ്രയായിരുന്നു. ചന്ദ്രയാവുകയാണെന്ന് പറഞ്ഞിട്ട് മുഖത്ത് നിറയെ എന്തൊക്കെയോ വരച്ച് വെക്കുമായിരുന്നു. ഇപ്പം പറയുന്നത് ഞാൻ പ്രേതമല്ല പൂമ്പാറ്റയാണ് എന്നാണ്. പൂമ്പാറ്റേനെ പോലെയാണ് ഞാൻ മുഖം വരച്ചത്. ഞാൻ പാറന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് കുട എടുത്തിട്ട് കസേരയിൽ നിന്ന് ചാടാൻ നിൽക്കുക കേട്ടോ. ചാടരുതേ. പറന്നു പോവല്ല, വീഴും. അപ്പൊ പേടിച്ച് മകൻ ഇങ്ങോട്ട് കാണിക്ക്. പിന്നെ ചോറ് തിന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൂസിൻ്റെ ദിവസം. മഴയായതുകൊണ്ട് പുറത്തിറങ്ങാനേ പറ്റാത്തൊരു ദിവസമായിരുന്നേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.